ഹായ് എവരിവൺ. വയറിനുള്ളില് പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നും അത് പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. പ്രധാനമായും ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അമിതമായിട്ട് പുകവലി ശീലമുള്ളവരില്, അമിതമായിട്ട് വേദന സംഹാരി എടുക്കുന്നവരില്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്കോസ്പോറിൻ പോലുള്ള മെഡിസിൻസ് എടുക്കുന്നവരെല്ലാം കണ്ടുവരുന്നു. യൂഷ്വലി അൾസർ ഉണ്ടാകുന്നത് ആമാശയത്തിൽ അമിതമായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആമാശയത്തിന് ചുറ്റുമുള്ള മ്യൂക്കസ് മെംബ്രെയിൻ നശിച്ചിട്ട് ആസിഡ്സ് വന്നിട്ട് വയറിലെ മസിൽസിനെ പൊള്ളലേൽപ്പിക്കും. അവിടെ ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അൾസർ ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള ആസിഡ് പ്രൊഡക്ഷനെ തടയാൻ വേണ്ടിയിട്ട് ആസിഡ്സിനെ അബ്സോർബ് ചെയ്യുന്നത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ധാരാളമായി തന്നെ കഴിക്കുക. പിന്നീട് നമ്മുടെ ഭക്ഷണം നന്നായി ദഹിപ്പിക്കുന്ന ഗുഡ് ബാക്ടീരിയയുടെ വളർച്ചയ്ക്കായിട്ട് പ്രോബയോട്ടിക്സ് ലൈക്ക് യോഗട്ട്, മോര്, തൈര് എന്നിവ കഴിക്കുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ കൃത്യസമയത്ത് എന്നും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് അമിതമായിട്ടുള്ള ആസിഡ് പ്രൊഡക്ഷനെ തടയുന്നു. പിന്നെ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ദഹനത്തെ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാൻ കാരണമാകുന്നു. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒരു 3 മണിക്കൂർ കിടക്കുന്നതിന്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അധികം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുളിച്ചുകെട്ടൽ, അസിഡിറ്റി ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള മദ്യപാന ശീലം, പുകവലി ശീലം, സ്പൈസി മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഭക്ഷണത്തിൽ ധാരാളം സാലഡ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭക്ഷണങ്ങൾക്ക് മുമ്പായിട്ട് ഒരു നുള്ളു മഞ്ഞൾ കഴിക്കുന്നത് ആസിഡിറ്റിയുടെ ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുന്നു. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.